നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. കേരള മനസാക്ഷിയെ ഞെട്ടിപ്പിക്കുന്ന പലതരത്തിലുള്ള വാർത്തകൾ വന്നിട്ടുണ്ടെങ്കിലും അതിഥി എസ് നമ്പൂതിരി എന്ന് പറയുന്ന കൊച്ചുകുട്ടിയുടെ പേര് കേരളത്തിലെ ഓരോ അമ്മമാരും ഓരോ അച്ഛന്മാരും ഒരിക്കലും ഒരു വേദനയായി തന്നെയാണ് ഓർമ്മിക്കുന്നത്. വേദന സഹിച്ചും സ്നേഹം നിറഞ്ഞും ഒരു മകൾ അല്ലെങ്കിൽ മകളോ മകനോ ഭൂമിയിലേക്ക് പിറന്നു വീഴുമ്പോൾ അവർ വളർന്ന് തങ്ങളെയൊക്കെ തന്നെ നോക്കണമെന്ന ചിന്തയോടുകൂടി സ്നേഹം നൽകിയും വാത്സല്യം നൽകിയും വളർത്തുന്ന അച്ഛനമ്മമാർ തന്നെയാണ് കേരളത്തിലെ 99%. എന്നാൽ ബാക്കി നിൽക്കുന്ന ആ 1% മാതാപിതാക്കൾ കുട്ടികളോട് ചെയ്യുന്ന ക്രൂരതകൾ ഓർത്ത് നമ്മളെല്ലാവരും ഞെട്ടിത്തരിച്ചിട്ടുണ്ട്. കാമുകനോടൊപ്പം ജീവിക്കാൻ പെറ്റമ്മമാർ കുഞ്ഞുങ്ങളെ കൊന്നു തള്ളുന്ന കാഴ്ചകൾ ഇതിനു മുൻപും നമ്മൾ കണ്ടിട്ടുണ്ട്. അതിഥി എസ് നമ്പൂതിരി എന്ന് പറയുന്ന ആ കുട്ടി നമ്മുടെ മനസ്സിൽ ഇപ്പോഴും വേദനയായി നിൽക്കുകയാണ്. അപൂർവങ്ങളിൽ അപൂർവമെന്ന കോടതി വിധിച്ച അതിഥിയുടെ മരണത്തിൽ അച്ഛനെയും അമ്മയും ജീവപര്യന്തം തടവിലാക്കുമ്പോൾ പുറം ലോകത്ത് എത്തുകയാണ് ആ രണ്ടാനമ്മയും അച്ഛനും ചെയ്ത ക്രൂരതകൾ. ആരും അറിയാതെ സ്വാഭാവിക മരണമായി മാറുമായിരുന്ന ക്രൂരതയാണ് സത്യത്തിൽ കോഴിക്കോട് ആശുപത്രിയുടെ കരുതൽ കാരണം പുറം ലോകം അറിഞ്ഞത്, പിന്നീട് കേസായി മാറിയതും. കോഴിക്കോട്ടെ വിചാരണ കോടതിയും പ്രതികളെ ശിക്ഷിച്ചിരുന്നു. എന്നാൽ കൊലക്കുറ്റം ചുമത്തിയിരുന്നില്ല. അതും ഹൈക്കോടതി തിരുത്തുന്നു. 6 വയസ്സുകാരി അതിഥി എസ് നമ്പൂതിരിയെ ശാരീരികമായി പീഡിപ്പിച്ചും പട്ടിണിക്കിട്ടും കൊലപ്പെടുത്തിയെന്ന കേസിൽ 1-ാം പ്രതിയും കുട്ടിയുടെ അച്ഛനുമായ സുബ്രഹ്മണ്യൻ നമ്പൂതിരിക്കും 2-ാം പ്രതിയും രണ്ടാനമ്മയുമായ റംലത്ത് ബീഗത്തിനും, അതായത് ദേവിക അന്തർജനം എന്ന റംലത്ത് ബീഗത്തിനും എതിരെ കൊലക്കുറ്റം നിലനിൽക്കുമെന്ന് ഹൈക്കോടതി കണ്ടെത്തിയിരിക്കുകയാണ്. 2 പേർക്കും ജീവപര്യന്തം ശിക്ഷയും ഹൈക്കോടതി വിധിച്ചു കഴിഞ്ഞു. അപൂർവങ്ങളിൽ അത്യപൂർവമാണ് കേസെന്നും 2 പ്രതികൾക്കും വധശിക്ഷ നൽകണമെന്നും പ്രോസിക്യൂഷൻ വാദിച്ചു. എന്നാൽ ഇത് ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ച് തള്ളി. എന്നാൽ ക്രൂരമായ കൊലയാണ് കുട്ടിയെ സംരക്ഷിക്കേണ്ടവർ നടത്തിയത് എന്ന് ഹൈക്കോടതിയും നിരീക്ഷിച്ചു. വിചാരണ കോടതിയിൽ തെളിഞ്ഞ വകുപ്പുകളിലെ ശിക്ഷ ഹൈക്കോടതി അംഗീകരിച്ചു. എന്നാൽ കൊലക്കുറ്റമായി ഇതിനെ കാണണമെന്ന നിലപാട് എടുത്താണ് ശിക്ഷ വിധിച്ചത്. ജസ്റ്റിസ് വി രാജവിജയരാഘവൻ, ജസ്റ്റിസ് KV ജയകുമാർ എന്നിവർ ഉൾപ്പെട്ട ഡിവിഷൻ ബെഞ്ചിന്റെ ഉത്തരവ് അതിനിർണായകമാണ്. വിചാരണ കോടതി പ്രതികളെ യഥാക്രമം 3ഉം 2ഉം വർഷം കഠിന തടവിനായിരുന്നു ശിക്ഷിച്ചത്. സർക്കാർ നൽകിയ അപ്പീലുകളാണ് ഡിവിഷൻ ബെഞ്ചിന്റെ ഉത്തരവ്. ഇതോടെ പ്രതികളുടെ ശിക്ഷ കുറഞ്ഞത് ജീവപര്യന്തമായി മാറി. വിചാരണ കോടതിയുടെ ശിക്ഷയിൽ ഉയർന്ന ശിക്ഷയിലേക്ക് കാര്യങ്ങൾ എത്തുന്നത് അത്യപൂർവമാണ്. പ്രോസിക്യൂഷനായി TV നിയമ ഹാജരായി. പാലക്കാട് ക്ഷേത്രത്തിലെ പൂജാരിയാണ് താനെന്നും അപസ്മാര രോഗിയാണ് എന്നും കോടതിയെ 1-ാം പ്രതി അറിയിച്ചു. താൻ തെറ്റൊന്നും ചെയ്തില്ലെന്നായിരുന്നു 2-ാം പ്രതിയുടെ നിലപാട്. ഈ 2 വാദവും കേട്ട ശേഷമാണ് ഹൈക്കോടതി വിധി പറഞ്ഞത്. കൊലക്കുറ്റത്തിനുള്ള ശിക്ഷ വിധിക്കുകയാണ് ഹൈക്കോടതി. 2023 ഏപ്രിൽ 29-നാണ് മനസാക്ഷിയെ ഞെട്ടിക്കുന്ന ക്രൂരത പുറത്തു വന്നത്. വിചാരണ കോടതിയിൽ പ്രോസിക്യൂഷന്റെ ഭാഗത്തു നിന്നുണ്ടായ വൻ വീഴ്ചയാണ് കേസിനെ കൂടുതൽ ദുർബലമാക്കിയതും. ഹൈക്കോടതിയിലെത്തിയപ്പോൾ കഥ മാറി. എല്ലാം കോടതിക്ക് മുന്നിലെത്തി. കോഴിക്കോട് ഈസ്റ്റ് ഹിൽ BEM UP സ്കൂളിലെ 1-ാം ക്ലാസ് വിദ്യാർത്ഥിനിയായിരുന്ന അതിഥി എസ് നമ്പൂതിരി മർദ്ദനമേറ്റ് മരിക്കുകയായിരുന്നു. അച്ഛനും രണ്ടാനമ്മയും ക്രൂരമായി മർദ്ദിച്ചും പൊള്ളലേൽപ്പിച്ചും കൊന്നുവെന്നാണ് പ്രോസിക്യൂഷന്റെ കേസ്. വിധി വരും മുമ്പ് പ്രതികൾ പല സമയങ്ങളിലായി 11 മാസത്തോളം ജയിൽ ശിക്ഷയും അനുഭവിച്ചിരുന്നു. ശിക്ഷിക്കപ്പെട്ട വകുപ്പുകൾ പ്രകാരം ജാമ്യം ലഭിക്കാനും സാധ്യതയുണ്ട് എന്ന വിചാരണ കോടതി വിധി വന്നപ്പോൾ തന്നെ വിലയിരുത്തൽ എത്തിയിരുന്നു. മർദ്ദനമാണ് മരണത്തിന് കാരണമായത് എന്ന പ്രോസിക്യൂഷന്റെ വാദം അംഗീകരിക്കാൻ കഴിയില്ല എന്ന വിചാരണ കോടതി നിരീക്ഷിച്ചിരുന്നു. അച്ഛനും രണ്ടാനമ്മയും കാലങ്ങളോളം പീഡിപ്പിച്ചും മർദ്ദിച്ചും പട്ടിണിക്കിട്ടും അവസാനം മരണത്തിന് കീഴടങ്ങിയ 6 വയസ്സുകാരിയാണ് കോഴിക്കോട് ജില്ലയിലെ തിരുവമ്പാടി തട്ടേക്കാട് ഇല്ലത്തെ അതിഥി. അച്ഛൻ സുബ്രഹ്മണ്യൻ നമ്പൂതിരിയുടെയും രണ്ടാനമ്മ റംല ബീഗത്തിന്റെയും കാലങ്ങളോളം നീണ്ട ശാരീരിക പീഡനത്തിനൊടുവിൽ 2013 ഏപ്രിൽ 29-നാണ് 1-ാം ക്ലാസ് വിദ്യാർത്ഥിനിയായിരുന്ന അതിഥി മരണത്തിന് കീഴടങ്ങിയത്. ആഴ്ചകളോളം പട്ടിണിക്കിടുകയും സ്വന്തം അച്ഛന്റെ തൊഴികേറ്റ പല്ലു മുഴുവൻ ഇളക്കിപ്പോവുകയും രണ്ടാനമ്മ അരയ്ക്ക് കീഴെ ചൂടുവെള്ളത്തിൽ മുക്കി പൊള്ളിപ്പിക്കുകയും ചെയ്ത ആ കുരുന്ന് ആശുപത്രിയിൽ എത്തും മുന്നേ മരിച്ചിരുന്നു. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ കുട്ടിയുടെ കഴുത്ത് ഞെരിച്ചതായും നഖം കൊണ്ട് ദേഹം മുഴുവൻ മുറിവേൽപ്പിച്ചതായും ജനനേന്ദ്രിയം ഉൾപ്പെടെയുള്ള ശരീരഭാഗങ്ങൾ പൊള്ളിച്ചതായും പറയുന്നു. ഡോക്ടർമാർ പോലും അതിഥിയുടെ പോസ്റ്റ്മോർട്ടം സമയത്ത് പൊട്ടിക്കരഞ്ഞുപോയി എന്നാണ് വാർത്തകൾ എത്തിയത്. ആ കുഞ്ഞ് ആമാശയത്തിൽ ഒരാഴ്ച മുന്നേ കഴിച്ച മാങ്ങയുടെ അവശിഷ്ടങ്ങൾ മാത്രമായിരുന്നു ഉണ്ടായിരുന്നത് എന്ന് കണ്ണു നനഞ്ഞുകൊണ്ടാണ് ഡോക്ടർമാർ പറഞ്ഞത്.
സ്വന്തം അച്ഛനും രണ്ടാനമ്മയും പട്ടിണിക്കിട്ടപ്പോൾ സഹോദരന് അടുത്ത പറമ്പിലെ മാവിൽ ചുവട്ടിൽ നിന്നും പെറുക്കി നൽകിയ ഒരു മാങ്ങ മാത്രമായിരുന്നു ആ കുഞ്ഞ് ഒരാഴ്ചയ്ക്കുള്ളിൽ കഴിച്ചതെന്ന ക്രൂരതയുടെ ആഴം കൂട്ടി. ആ ഇളം കഴുത്ത് ഞെരിച്ച് പല്ലടിച്ച് കൊഴിപ്പിച്ചും ദേഹമാസകലം പൊള്ളിച്ചും നഖം കൊണ്ട് മുറിവേൽപ്പിച്ചും ശകാരിച്ചും അസഭ്യം പറഞ്ഞും പട്ടിണിക്കിട്ടും അവർ ആ കുരുന്നിന്റെ ജീവൻ എടുക്കുകയായിരുന്നു. പട്ടിണിക്കിട്ട് അവശയായ അതിഥിയെ അരയ്ക്കു താഴെ സാരമായി പൊള്ളിയ നിലയിൽ നഗരത്തിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിക്കുകയായിരുന്നു. ആശുപത്രിയിൽ എത്തിക്കുന്നതിന് തൊട്ടു മുൻപ് തന്നെ കുട്ടി മരണപ്പെട്ടതിനാൽ പ്രതികൾ മൃതദേഹം കൊണ്ടുപോവാൻ ശ്രമിച്ചെങ്കിലും ആശുപത്രി അധികൃതർ ഇടപെട്ട് മെഡിക്കൽ കോളേജിൽ എത്തിച്ചു. തുടർന്നാണ് ക്രൂരമായ പീഡന കഥ പുറത്തായത്. മെഡിക്കൽ കോളേജിൽ നടത്തിയ പോസ്റ്റ്മോർട്ടത്തിൽ കുട്ടിയുടെ കഴുത്ത് പിരിച്ച് നെരിച്ചതായും നഖം കൊണ്ട് മുറിവേൽപ്പിച്ചതായും ചൂടുവെള്ളത്തിൽ കൈകാലുകൾ താഴ്ത്തിയതായും അരയ്ക്ക് താഴെ ജനനേന്ദ്രിയം ഉൾപ്പെടെയുള്ള ഭാഗങ്ങളിൽ പൊള്ളലേൽപ്പിച്ചതായും കണ്ടെത്തിയിരുന്നു. ആഴ്ചകളോളം ഭക്ഷണം ലഭിക്കാതിരുന്നതിനാൽ തന്നെ ശോഷിച്ച് എല്ലും തോലുമായ അവസ്ഥയിലായിരുന്നു കുട്ടി. പോസ്റ്റ്മോർട്ടത്തിൽ വയറ്റിലുണ്ടായിരുന്നത് മാമ്പഴ അവശിഷ്ടം മാത്രം. കുട്ടികളെ കാണാൻ ആരെയും അനുവദിച്ചിരുന്നില്ല. നിരവധി നായ്ക്കളെ വളർത്തി അഴിച്ചുവിടുകയായിരുന്നു റംല ബീഗം ചെയ്തിരുന്നത്. പുറം ലോകത്ത് നോക്കിയാൽ കാണാത്ത വിധത്തിൽ തുണിയിട്ട് മറച്ചിരുന്നു ആ ഇല്ലം. കുട്ടിയുടെ അമ്മ അപകടത്തിൽ മരിച്ചതിനെ തുടർന്നാണ് ഇയാൾ റംല ബീഗത്തിനെ കൂട്ടിക്കൊണ്ടുവന്നത്. നമ്പൂതിരി എന്ന് പറഞ്ഞാണ് ഇവർ ഇയാളെ വിവാഹം കഴിച്ചത്. എന്നാൽ മുസ്ലിം സ്ത്രീയായ ഇവർക്ക് ക്രിമിനൽ പശ്ചാത്തലം ഉണ്ടായിരുന്നതായാണ് റിപ്പോർട്ട്. എന്നാൽ അച്ചടക്കം പഠിപ്പിക്കാനെന്ന പേരിൽ കൂടുതൽ മർദ്ദിച്ചാൽ 324 വകുപ്പ് മാത്രമേ നിലനിൽക്കുകയുള്ളൂ എന്ന് വിചാരണ കോടതി നിരീക്ഷിച്ചിരുന്നു. കൊല്ലാനുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് മർദ്ദിച്ചതെന്ന പോലീസിന്റെ വാദം അംഗീകരിക്കാനാവില്ല എന്നും വിചാരണ കോടതി വിധിയിൽ പറഞ്ഞിരുന്നു. ഇതാണ് ഹൈക്കോടതി ഇപ്പോൾ റദ്ദ് ചെയ്തത്. ഇതിനൊപ്പം ആ അച്ഛനും രണ്ടാനമ്മയ്ക്കും ജീവപര്യന്തം തടവും ഹൈക്കോടതി വിധിക്കുകയാണ്. അതിഥിയെയും തന്നെയും പ്രതികളായ പിതാവും രണ്ടാനമ്മയും മർദ്ദിച്ചിരുന്നതായി അതിഥിയുടെ സഹോദരൻ വിചാരണ കോടതിയിൽ മൊഴി നൽകിയിരുന്നു. പ്രതികൾ 2 കുട്ടികളെയും ക്രൂരമായ രീതിയിൽ ദേഹോപദ്രവം ഏൽപ്പിച്ചതായി അതിഥിയുടെ അമ്മ മാവൂർ വെള്ളന്നൂർ എടക്കാട്ടില്ലത്ത് ശ്രീജയുടെ സഹോദരൻ ശ്രീജിത്തും കോടതിയെ അറിയിച്ചിരുന്നു. ഇത് ഹൈക്കോടതിയും ഗൌരവത്തിലെടുത്തു. പ്രതികളായ ബില്ലാത്തിക്കുളം താമരക്കുളം ലക്ഷ്മി നിവാസിൽ താമസിക്കുന്ന തിരുവമ്പാടി തട്ടേക്കാട് ഇല്ലത്ത് സുബ്രഹ്മണ്യൻ നമ്പൂതിരി, ഭാര്യ റംല ബീഗം എന്ന ദേവിക എന്നിവർ മക്കളെ ശാരീരികമായി ഉപദ്രവിക്കുന്നത് പലതവണ കണ്ടതായും ഇത് സംബന്ധിച്ച് റെസിഡൻസ് അസോസിയേഷൻ യോഗത്തിൽ ചർച്ച ചെയ്തതായും അയൽവാസികളായ രമേശ് എസ് കുറുപ്പും മുരളി സുഭാഷ് എന്നിവരും വിചാരണ കോടതിയിൽ അറിയിച്ചിരുന്നു. എന്തായാലും ക്രൂരതയുടെ മറ്റൊരു മുഖമുണ്ടെങ്കിൽ ഈ തന്തയും തള്ളയും അമ്മ എന്ന പേരോ അച്ഛൻ എന്ന പേരോ വിളിക്കാൻ തൽക്കാലം ഇവർ അർഹരല്ല. അതുകൊണ്ട് തന്നെയാണ് ക്രൂരമായ ഈ തന്തയും തള്ളയും ഒരുപക്ഷെ ആ മകൾ ഇപ്പോൾ ജീവനോടെ ഉണ്ടായിരുന്നുവെങ്കിൽ നല്ല രീതിയിൽ പഠിച്ച് ഒരു നല്ല വിദ്യാർത്ഥിയായി മാറുന്ന സാഹചര്യം ഉണ്ടാകുമായിരുന്നു. വളരെ വേദനയോടെയെങ്കിലും ആ മെന്റൽ ട്രോമയിൽ നിന്നും ഇപ്പോഴും ആ പെൺകുട്ടികൾക്ക് കരകയറാൻ പറ്റാത്ത ആ സഹോദരന് കരകയറാൻ പറ്റാത്ത സാഹചര്യമാണ് ഉള്ളത്.